സമ്മതിക്കത്തില്ല, ഇത് എത്രാമത്തെ വെട്ടുവാ. ഹലോ ഹർഷ. വരണേ, പറയടാ. മിഥുൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങിയോ? ഇല്ലടാ, മീറ്റിംഗ് നടക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ് കൂടി കാണും. എന്താടാ? അല്ല, അവൻ്റെ ഫോൺ എൻ്റെ ക്യാബിനിലിരിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് റിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി വല്ല എമർജൻസി ആണോ എന്ന് അറിയത്തില്ല, അതാ ഞാൻ. ആണോ? എങ്കിൽ പിന്നെ നീ അറ്റൻഡ് ചെയ്തിട്ട് കാര്യം പറ. എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇനി വല്ല എമർജൻസി ആണെങ്കിലോ നീ പറഞ്ഞ പോലെ. അറിയാൻ പറ്റത്തില്ല. അത് വേണോടാ, എടുത്ത് സംസാരിക്കടാ. നീ എന്തായാലും അത് ആദ്യം ആരാ വിളിക്കുന്നേ നോക്ക്. 1 മിനിറ്റ്. എന്താടാ? അല്ല, അവൻ ഇതിനകത്ത് കുട്ടിപ്പിശാശം നാടാ സേവ് ചെയ്തിട്ടേക്കുന്നേ. കുട്ടിപ്പിശാശോ? എന്തായാലും നീ എടുത്ത് കാര്യം പറ. മീറ്റിംഗ് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം. ശരിയടാങ്കി ഓക്കെ. കട്ടായോ? ഓ, എത്ര നേരം കൊണ്ട് വിളിക്കുക. എനിക്കറിയാം അവൻ മനഃപൂർവ്വം എടുക്കാത്തതാ എൻ്റെ കോള്. കണ്ടിട്ടും കാണാത്ത രീതി ഇരിക്കുമായിരിക്കും. രാവിലെ വഴക്കുണ്ടാക്കിയതിനും വേണ്ടിയിട്ട് അവൻ അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ. ഇത് എടുക്കുന്നത് വരെ ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നോടാ കളി. ഹലോ. അല്ല 100 കിലോ എടാ പട്ടിത്തണ്ടി നാറിച്ചേട്ട അലവലാതി വായി നോക്കി ചേട്ടൻ തണ്ടി. നിന്നെ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുവാടാ? നിനക്ക് ഫോണൊന്നും എടുത്താൽ എന്താ പ്രശ്നം? എല്ലാവരെക്കാളും മുന്നേ നിന്നെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ച എന്നെ വേണം ആദ്യം അടിക്കാൻ. പറ്റിട്ട് പോടാ. ഹലോ. ആദ്യം വൺ സൈഡ് പറയുന്നത് നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേക്ക്. ഇത് മിഥുനല്ല. മിഥുനല്ലേ? അപ്പൊ പിന്നെ താൻ ആരാടോ? എൻ്റെ ചേട്ടൻ്റെ ഫോൺ എങ്ങനെയാ തൻ്റെ കയ്യിൽ വന്നേ? അത് ഞാൻ. വെയിറ്റ്, ഇനി അടിച്ചു മാറ്റിയതാണോ? സത്യം പറയടോ, താൻ ആരാടോ? എൻ്റെ ചേട്ടൻ്റെ ഫോൺ എങ്ങനെയാ തൻ്റെ കയ്യിൽ വന്നേ? പറയടോ. അടിച്ചു മാറ്റാനോ? ഞാനോ? ദേ, അനാവശ്യം പറഞ്ഞോണ്ടല്ലേ. പെണ്ണാന്നൊന്നും ഞാൻ നോക്കത്തില്ല. അല്ലെങ്കിലും നിന്റെ ചേട്ടൻ ഈ കൂടെ ഫോൺ കിട്ടിയിട്ട് എനിക്കെന്താ ചെയ്യാനാ? കൊണ്ടുപോയി പുഴുങ്ങി തിന്നാനോ? പിന്നെ തനിക്കൊന്നും ചെയ്യാനില്ലാത്തോണ്ടാണല്ലോ താനത് അടിച്ചു മാറ്റി കൈ വെച്ചേക്കുന്നേ. കള്ളൻ. ഓ, ഇവള് കള്ളൻ നിന്റെ മറ്റവനാടി. ഓഹോ, ആഹാ, അത്രയ്ക്കായോ? എൻ്റെ ചേട്ടൻ്റെ ഫോൺ അടിച്ച് മാറ്റിയതും പോരാ, നീ എൻ്റെ മറ്റവനെ പറയുന്നോ? പട്ടി നിന്റെ കെട്ടിയവനാടി. നിന്നെ കുട്ടിപ്പിശാശം എന്നല്ല, വടയക്ഷി എന്നാ വിളിക്കണ്ട. വടയക്ഷി നിന്റെ മറ്റുള്ളട പട്ടി. ഡി പുല്ല് നിന്നെ. സാർ, മിഥുൻ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്തായി? വലിയ കുഴപ്പമില്ല. പക്ഷേ 2-3 പോയിന്റ്സ് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അതിലൊരു ക്ലാരിറ്റി വന്നതിന് ശേഷം നമുക്കിതുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ. പിന്നെ മിഥുനെ, തൻ്റെ ഫോൺ വരുണ്ട ക്യാബിനിലാട്ടോ. ഓ സോറി സാർ, ഞാനത് രാവിലെ സാറിനെ മീറ്റ് ചെയ്യാൻ പോയണൊക്കെ അവിടെ വെച്ചിട്ട് മറന്നു പോരുന്നതാ. സോറി. ഓ, അതിനെന്തുവാടാ സോറി. എന്തായാലും അതിനകത്ത് കുറേ നേരം കൊണ്ടേ കണ്ടിന്യൂസ് ആയിട്ട് കോള് വന്നുകൊണ്ടിരിക്കുക. ഏതോ ഒരു കുട്ടിപ്പിശാശാ വിളിക്കുന്നത്. ആണോ? പിന്നെ താൻ എന്തായാലും ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല കേട്ടോ. അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് താൻ മീറ്റിങ്ങിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പം. പറഞ്ഞ കോൾ അറ്റൻഡ് ചെയ്തെന്നാ? സാറാ? എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയല്ലേ പ്രശ്നം ഉണ്ടാവാൻ പോന്നേ. 1 മിനിറ്റ്, ഞാൻ പോയി എൻ്റെ ഫോൺ മേടിച്ചിട്ട് വരാം സാർ. എടോ, താൻ ഈ ഫയലും കൂടി കൊണ്ടുപോകും. ജോലി ഉണ്ടെങ്കിലല്ലേ ഫയൽ നോക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. ഇതാ വരുന്നു സാർ. സാർ. അല്ല, എൻ്റെ ഫോൺ ഇവിടെ മറന്ന് വെച്ചിട്ട് ഇതായിരിക്കുന്നു, എടുത്തിട്ട് പോയിക്കോ. ഓക്കെ സാർ. സോറി സാർ. അല്ല, താങ്ക് യു സാർ. നത്തിങ് സാർ. കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നു. മിഥുൻ, താൻ അവിടെ നിന്ന് നിന്നെ. അല്ല, എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങനെ മിക്കാറും ആ കോൾ അറ്റൻഡ് ചെയ്ത് കാണും. ഇത്രയും നേരം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാവുന്ന കാരണം ആ ദേഷ്യം മൊത്തം അന്നേരം തന്നെ അവൾ തീർത്ത് കാണും. എൻ്റെ ജോലിക്കാര്യത്തിലൊരു തീരുമാനമായി. കുട്ടിപ്പിശാശേ, ഞാനങ്ങോട്ട് വരുന്നുണ്ടേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. സാർ, തനിക്കിതൊരു ഓഫീസാണെന്നറിയാമോ? അറിയാം സാർ. ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്നറിയാമോ? യെസ് സാർ. അപ്പം നാളെ? ഇല്ല സാർ, വരുന്നില്ല സാർ. എങ്ങോട്ട്? അല്ല, നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്നല്ലേ പറയാൻ വന്നേ? എന്തിന്? അത് ഞാനതൊന്നും അല്ല പറയാൻ വന്നത്. നാളെ മുതൽ ഓഫീസിൽ വരുമ്പം ഒന്നെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫോൺ സൈലൻ്റ് ആയിരിക്കണം. പറഞ്ഞ കേട്ടോ?
ആ അതായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഓക്കെ സാർ. യു ഗോനോ. താങ്ക് യു സാർ. അവളിങ്ങനെ കൊന്നില്ലേ? മിക്കവാറും കോൾ അറ്റൻഡ് ചെയ്ത് കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്നോട് ഇങ്ങനെ പെരുമാറത്തില്ലായിരുന്നല്ലോ. അതെന്തായാലും കാര്യമായി, അല്ലെങ്കിൽ ഞാൻ വേറെ ജോലി വല്ലതും കണ്ടെത്തേണ്ടി വന്നേനെ. നീ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ സൂസമ്മ ടീച്ചറെ ഇന്നൂടെ ഉള്ളു നമ്മളെ പഠിപ്പിക്കാന്ന്, നാളെ മുതൽ വരത്തില്ലാന്ന്. പുതിയ ടീച്ചറാ ഇനി മുതൽ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നേ. ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പ്രാർത്ഥിച്ചോണ്ടാ സൂസമ്മ ടീച്ചർ പോകുന്നത്. എന്നും വന്നിട്ട് വെറുതെ അങ്ങ് വഴക്ക് പറഞ്ഞിരിക്കുക. എനിക്ക് ഇഷ്ടമല്ല സൂസമ്മ ടീച്ചറിനെ. ഭഗവാനെ, ഇനി വരുന്ന ടീച്ചറെങ്കിലും പാവമായിരിക്കണേ. ഞങ്ങൾക്ക് ഹോംവർക്ക് ഒന്നും തരാത്ത പാവം ടീച്ചറായിരിക്കണേ ഇനി ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. എടാ പൊട്ട, ഏത് ടീച്ചർമാർ വന്നാലും നമുക്ക് ഹോംവർക്ക് തരും. ഇല്ലെങ്കിൽ നീ നോക്കിക്കോണേ, എനിക്ക് ഹോംവർക്ക് തരാത്ത ടീച്ചർ മതി. ഞാൻ പപ്പയെടുത്ത് പറഞ്ഞതാ പഠിക്കാൻ പോണ്ടാന്ന്. പപ്പ പക്ഷെ കേക്കണ്ടേ? പഠിച്ചില്ലെങ്കിൽ വലിയ കുട്ടി ആവത്തില്ല എന്നാ പറയുന്നേ. ഇതാരാണോ പഠിക്കുന്നതൊക്കെ കണ്ടുപിടിച്ച്? എനിക്ക് വയ്യ ഹോംവർക്ക് എഴുതാൻ. ഓ കേട്ടമ്മ, എനിക്കറിയാലോ. ഞാൻ വരുവാ, ഞാൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തുവാ അമ്മ, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അമ്മ. ഓ സോറി. എൻ്റെ അമ്മോ, എന്നാ പോലെ ലുക്കാണ് ഇങ്ങനെ കാണാൻ. ഹലോ ഡോ, തനിക്കെന്തെങ്കിലും പറ്റിയോ? അല്ല, തനിക്കെന്തെങ്കിലും പറ്റിയോന്ന്? ഏയ് ഇല്ല, സോറി ഞാൻ ശ്രദ്ധിച്ചില്ലതാ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. എന്താടോ? അത് തന്നെ കാണാൻ നല്ല ഗ്ലാമറാടോ. അപ്പൊ ശരി, ഞാൻ പോവാണേ. അത് നോക്കിയേ, നമ്മുടെ ശ്യാം സാറിതാ ഹാൻഡ് കൂട്ടിയിടിച്ച് മറിഞ്ഞു വീണടാ. എവിടാടാ? ദേ അവിടെ. ആരോണെ, നീ എങ്ങോട്ടേ ഓടുന്നേ? ആരോണെ, ആരോണെ മോനെ, ഓടല്ലേടാ, നിക്കവിടെ മോനെ. ഡാ, നീ ഫ്രീ ആയെങ്കിൽ വാ, നമുക്ക് അപ്പൂസിന്റെ സ്കൂൾ വരെ പോയിട്ട് വരാം. അപ്പൂസിന്റെ സ്കൂളിലോ? എന്താടാ, എന്തെങ്കിലും വിഷയമുണ്ടോ? ടെൻഷൻ ആവാൻ ഒന്നുമില്ലടാ, അവൻ ചെറുതായിട്ടൊന്ന് ഉരുണ്ട് വീണു, അതാ. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ, നിന്നെ വിളിച്ച്
അത് ശ്യാം സാറ് നിന്നെ വിളിച്ചതാടാ, പക്ഷേ കോൾ കണക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. അത് കാരണം എന്നെ വിളിച്ച് പറഞ്ഞേ. നീ വിഷമിക്കണ്ട, ഇങ്ങനെ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. ചെറിയ മുട്ടിൻ്റെ തൊലി എന്തോ പോയി, അത്രേ ഉള്ളൂ. അവൻ പിന്നെ നിന്നെ കാണുമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാന്ന്. അതാ അവൻ എന്നെ കാണുമെന്നും പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈശ്വര, എന്തേലും പറ്റിക്കാണോ ഇനി? ഡാ വരുണേ, നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻസ്ഡ് ആവാതെ. കുഴപ്പമൊന്നും ഇല്ലെന്നാ സാറ് പറഞ്ഞേ. പിന്നെ ചിലപ്പം വീണ സ്ഥിതിക്ക് അവൻ പേടിച്ചിട്ടുണ്ടാവും, അതായിരിക്കും നിന്നെ കാണുമെന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയുന്നേ. എന്തായാലും വാ, പോയി നോക്കാം. അപ്പൂസേ, മോനെ, എന്താടാ, എന്താ പറ്റിയേ? മോനെ കരയാതെ, എന്താടാ? പോട്ടെ പോട്ടെ, ഒന്നുമില്ല. ഒന്നും മറിഞ്ഞു വീണേനാണോ? പോട്ടെടാ, നൊന്തോ നിനക്ക് നല്ല പോലെ? മോനെ അപ്പൂസേ, നീ എന്തുവാടാ ഈ പറയുന്നേ? മമ്മ വന്നെന്നോ ഇവിടെ? നിനക്ക് തോന്നിയതാവും. സർ, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചേ? അവൻ ചെറുതായിട്ടൊന്ന് വീണത് മാത്രമേ ഉള്ളെങ്കിൽ എന്തിനാ അവൻ ഇതുപോലെ നിന്ന് കരയുന്നേ? ഇനി നല്ല പോലെ വല്ല വീഴ്ചയാണോ പറ്റിയത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഓപ്പൺ ആയിട്ടൊന്ന് പറ. അവസാനം നിങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസിനെ ഇതുപോലാണോ ട്രീറ്റ് ചെയ്യുന്നത്? അല്പമെങ്കിലും ശ്രദ്ധ കാണിക്കണ്ടേ? ഇത് കുഞ്ഞു കുട്ടികളല്ലേ. മിസ്റ്റർ ഹർഷൻ, നിങ്ങളുടെ ടെൻഷനും വിഷമവും എല്ലാം ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് അല്ല. ആരോൺ ഏതോ ഒരു ലേഡിയെ കണ്ടിട്ട് അവന്റെ മമ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ വണ്ടിക്ക് പുറകെ ഓടിയപ്പോഴാണ് ആ കുട്ടി മറിഞ്ഞു വീണത്. ശ്യാം സാർ കണ്ടുകൊണ്ട് മാത്രമാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നത്. സർ, ഇന്നിവിടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്ന ആരോ കണ്ടിട്ട് അവന്റെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാ അവൻ അവരുടെ പിന്നാലെ പോയത്. ഒരുപക്ഷെ അവരും ശ്രദ്ധിച്ചു കാണത്തില്ല കുട്ടി അവരുടെ പിന്നാലെ ചെല്ലുന്നത്. അല്ലെങ്കിൽ അവർ തിരിഞ്ഞെങ്കിലും നോക്കിയേനെ. അതോടുകൂടി ആരോണ്ട് കൺഫ്യൂഷനും മാറിയേനെ. ഇതിപ്പോ അവൻ വിചാരിച്ചത് അവന്റെ അമ്മ ഇവിടെ വന്നിട്ട് അവനെ കാണാണ്ട് പോയെന്നാ. അങ്ങനെ അവരുടെ പിന്നാലെ പോയപ്പോഴാണ് അവൻ മറിഞ്ഞു വീഴുന്നത്. അല്ലാണ്ട് വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല സർ. ശരിക്കും ഉണ്ടായത് ഇതാണ് സർ. സർ, നിങ്ങളുടെ ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോ എനിക്ക് ഇടപെടേണ്ട ഒരാവശ്യമില്ല. എങ്കിലും ഞാൻ പറയാം, ആരോണ്ട് വിഷമം കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയാം. നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് എന്തിനാണ് ഈ കുട്ടികളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്നത്? അവൻ അവൻ്റെ മമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ സെപ്പറേറ്റഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്ത് തന്നെ ആയാലും ആ കുട്ടിക്ക് വേണ്ടി കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ അതിൻ്റെ മമ്മയടുത്തൊന്ന് പറ. അതിൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അവൻ അവൻ്റെ മമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സർ. സർ, ആരോണിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്നിനിപ്പോൾ എന്തായാലും അവൻ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. അതിനെന്താ വരും, നിങ്ങൾ അവനെ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല. അല്ലെങ്കിലേ അവൻ ഡിസ്റ്റർബ്ഡ് ആണ്. ഇനിയിപ്പോൾ ക്ലാസ്സിലിരുന്നാലും വലുതായിട്ട് അവനൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല.
ശ്യാം, സാർ. താൻ എന്തിനാ ഈ അറിയാൻ വയ്യാത്ത കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറയാൻ നിൽക്കുന്നേ? സാർ, അതിന് ഞാൻ ശ്യാം, ആരോണ്ട് അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല, ശ്യാം ഈ സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്യാമിന് അവരെക്കുറിച്ചുള്ള വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയത്തുമില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ ശ്യാമേ? സോറി സാർ, ഐ ആം റിയലി സോറി. എനിക്ക് ഇതാ കാരണമൊന്നും അറിയത്തില്ലായിരുന്നു. ആരോണ്ട വിഷമം കണ്ടപ്പോൾ ഞാൻ കരുതി. സോറി സാർ, ഇനി ഇതുപോലെ ആവർത്തിക്കത്തില്ല. അമ്മ, അമ്മ, അമ്മോ. എന്തുവാടാ? എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? അവളെന്തേ? ആര്? ഓ, നിങ്ങളുടെ പുന്നാര പുത്രി, എൻ്റെ ഒരേ ഒരു അനിയത്തില്ലേ, അവൾ എന്തേന്ന്? അവളുടെ മുറി കാണും. എന്താടാ? എന്താന്നോ? മനുഷ്യനെ നാണം കെടുത്തിയിട്ട് അവള് കയറി മുറിയിരിക്കുന്നു. ഇന്ന് ഞാൻ അവളെ ശരിയാക്കും, നോക്കിക്കോ. നിങ്ങൾ ഇപ്പം പറഞ്ഞോ അമ്മ, നിങ്ങൾക്ക് ഞാൻ വേണോ അതോ നിങ്ങളുടെ മോള് വേണോന്ന്? നീ ഒന്ന് സമാധാനപ്പെട്. കാര്യം എന്താ? കാര്യം അവള് തന്നെ പറയും നിങ്ങളടുത്ത്. എന്തേ അവള്? ഡീ മിത്ര, എവിടാടി നീ? ദാ വരുന്നേ ഞാൻ. നിനക്കുള്ളത് കയ്യോടങ്ങ് മേടിച്ചോ നീ. വേണ്ടാന്ന് വെക്കുമ്പം നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? മിഥുനേട്ട വന്നോ അമ്മ? ആ, വന്നെന്ന് മാത്രല്ല, ദേ മിത്രയുടെ റൂമിലോട്ട് ചാടിത്തുള്ളി പോയിട്ടുണ്ട്. ഓ, രാവിലത്തെ എൻ്റെ ബാക്കിക്കാണോ ഇനി? ആർക്കറിയാം, അവളെന്തോ ഒപ്പിച്ചെന്നാ തോന്നുന്നേ. അവൻ നല്ല കലിപ്പിലാ അങ്ങോട്ട് പോയേക്കുന്നേ. പോയ പോലെ ഇങ്ങ് തിരിച്ച് വന്നാ മതിയായിരുന്നു. അവളെടുത്തിട്ട് ചവിട്ടിക്കൂട്ടിലേ കൊള്ളായിരുന്നു. എനിക്ക് വയ്യ ഈ രാത്രി കിടന്ന് ഒഴിഞ്ഞു കൊടുക്കാനൊന്നും. എന്താടാ നീ എന്ത് പരിപാടിയാടി കാണിച്ചേ? മനുഷ്യന്റെ നാണം കെടുത്തിയപ്പോ നിനക്ക് സമാധാനമായോ? അതിന് ഞാൻ അറിഞ്ഞു നീ ഓഫീസിൽ പോയതാണെന്ന്. ഞാൻ നിന്റെ അടുത്ത് രാവിലെ പറഞ്ഞിട്ടല്ലേ പോയത് ഇന്ന് ഞാൻ വർക്കിന് പോവുമെന്ന്. പിന്നെ എന്ത് വഴി നിനക്ക്? ഓ, നീ എൻ്റെ അടുത്ത് എന്തുവാ പറഞ്ഞേ? നീ അവിടെ ചെന്ന് ഒന്ന് മുഖം കാണിച്ചിട്ട് അപ്പോഴേ ഇങ്ങ് ഇറങ്ങും, നാളെ വർക്കിന് കേറത്തോളന്നല്ലേ പറഞ്ഞത്. ഞാൻ അറിയുന്നു അവിടെ പെറ്റു കിടക്കാൻ പോയതാന്ന്. ഓ, എല്ലാം കാണിച്ചു വെച്ചിട്ട് അവളിരുന്ന് ന്യായീകരിക്കുന്ന നോക്ക്. എടി, നിനക്ക് അല്പമെങ്കിലും ബോധമുണ്ടോ? അത് ഞാനല്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നീ എന്തൊക്കെ വായി വരുന്ന തോന്നിവാസങ്ങൾ അങ്ങേരത്ത് വിളിച്ചു പറഞ്ഞത്. അയാൾ എന്തോ ഭാഗ്യത്തിന് അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഇല്ലായിരുന്നെങ്കിൽ കയറിയ ദിവസം തന്നെ ജോലിയിൽ നിന്ന് തിരിച്ചിറങ്ങേണ്ടി വന്നേനെ. അവസാനം കൂലിപ്പണി എടുത്ത് ജീവിക്കേണ്ടി വന്നേനെ. പൊട്ടൻ ചേട്ടാ, എനിക്ക് മനസ്സിലായി അത് നീ അല്ലെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച നിന്റെ ഫോൺ ആരാണ്ട് അടിച്ചോണ്ട് പോയെന്ന്. അതാ ഞാൻ അങ്ങനൊക്കെ സംസാരിച്ചത്. ഇത് നിന്നെ വിളിച്ച് പറയാൻ തോന്നിയത് എൻ്റെ മണ്ടത്തരം. ഞാനായിട്ട് തന്നെ എൻ്റെ കുഴി തോണ്ടിയപ്പം സമാധാനമായി. പിന്നെ കൂലിപ്പണി എടുക്കണമെങ്കിലേ അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ജോലി അങ്ങനെ നീ കുറച്ച് കാണിയൊന്നും വേണ്ട. പിന്നെ തൽക്കാലം അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. എനിക്ക് ജോലി സെറ്റായി. ഇനി നിന്റെ ഔദാര്യം എനിക്ക് വേണ്ടടാ പട്ടി. ഓഹോ, അപ്പൊ അതിന്റെ അഹങ്കാരായിരുന്നില്ലേ? നിന്നെ ഉണ്ടല്ലോ ഞാൻ. നീ പൊടി കുട്ടിപ്പിശാശേ. അയ്യോ അമ്മ, ഈ ചേട്ടൻ തന്നെ എന്നെ കൊല്ലുന്നേ. അമ്മ വിട്ടു, എന്റെ മുടിയുന്നു. എനിക്ക് തല നോവുന്നു. വിടാൻ നീ വിടടി ആദ്യം. ഇറങ്ങി പോടാ പട്ടി എന്റെ റൂമിൽ നിന്ന്. പട്ടി, നിന്നെ ഞാനുണ്ടല്ലേ അമ്മ. ഞാനങ്ങോട്ട് വന്നാണ്ടല്ലേ രണ്ടെണ്ണത്തിനെ വലിച്ചൊടിച്ച് വല്ല തോട്ടിലും കൊണ്ട് കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട, വന്നു കയറി തുടങ്ങി രണ്ടും കൂടി. അയ്യോ, ഇപ്പം തന്നെ എൻ്റെ നടുപോയി. ഇനി അമ്മയുടെ കയ്യിൽ നിന്നും കൂടി മേടിക്കാനുള്ള ത്രാണി എനിക്കില്ല. മോളെ ബാ, നമുക്ക് കോംപ്രമൈസ് ആവാം. ശരിയാ, അമ്മയുടെ നിന്ന് തല്ലി മേടിച്ചാ നല്ല വേദനയായിരിക്കും. അയ്യോ വാടച്ചേട്ടാ, നീ പറഞ്ഞ പോലെ നമുക്ക് കോംപ്രമൈസ് ആവാം. അയ്യോ അമ്മോ, ഞാൻ കുഴഞ്ഞ്. എടാ ചേട്ടാ, ചേട്ടോ പറയടി. അത് അത് ഐ തിങ്ക്
യു തിങ്ക്? ഐ തിങ്ക് ഓ, നീ കൂടുതൽ തിങ്കിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, എനിക്കൊരാളോട് സ്പാർക്ക് അടിച്ചോന്നൊരു ഡൗട്ട്. മിത്ര, സീരിയസ്ലി. മിത്ര തമാശ കളിക്കല്ലേ? കാര്യമായിട്ട് പറഞ്ഞാടാ ചേട്ടാ. നീ അങ്ങനെ അത് കാര്യമാക്കണ്ട. അതിനൊക്കെ സമയമാവട്ടെ. സമയമാകുമ്പം ഞങ്ങൾ തന്നെ നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് തരുന്നുണ്ട്. അവള് സ്പാർക്ക് അടിക്കാൻ നടക്കുന്നു. എന്തുവാടാ ചേട്ടാ? എന്റെ പ്രായമുള്ള എല്ലാവരും കെട്ടി 2 കുട്ടികളുമായി. ഇനി എന്നാ നീ എന്നെ കെട്ടിക്കുന്നേ? മുഖിപ്പൽ വന്നിട്ടോ? ഞാൻ മാത്രം എന്തേലും പറയുമ്പോ നിനക്ക് എന്താടാ? ഓഹോ, കെട്ടാനായിട്ട് അങ്ങ് മുട്ടി നിൽക്കുമായിരുന്നു എൻ്റെ അനിയത്തി. ഈ ചേട്ടൻ അറിഞ്ഞില്ലല്ലോ. പിന്നെ ഇപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ സമയമാകുമ്പം നിന്നെ കെട്ടാനുള്ള ചെക്കനെ ഞാനായിട്ട് തന്നെ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരും. പറഞ്ഞ കേട്ടല്ലോ. അല്ലാണ്ട് വല്ല പരിപാടിക്കും പോയാ നിന്നെ ഞാൻ ശരിയാക്കും. അതെ, നീ എന്നെ ചീത്ത പറയരുത്. ഞാൻ അയാളോട് ചെന്നത് പറയുകയും ചെയ്ത്. എന്ത്? അല്ല, വേറൊന്നുമല്ല, അയാളെ കാണാൻ നല്ല ഗ്ലാമറാന്ന്. മിത്ര, സോറി, പറ്റിപ്പോയി. കൊല്ലരുത്. ജീവിച്ചു പോയിക്കോട്ടെ പ്ലീസ്.